ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVS ആണ്. 3ാം ക്ലാസ്സിലെ എൻവയോൺമെൻ്റൽ സയൻസ് പാർട്ട് 1. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഗ്രീൻ എർത്ത് എന്നാണ്. ഗ്രീൻ എർത്ത്, പച്ച ഭൂമി, ഹരിത ഭൂമി, പച്ചപ്പുള്ള ഭൂമി, അതായത് ഗ്രീൻ എർത്ത്, എർത്ത് ഭൂമി. ഓക്കെ. അപ്പോൾ മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണോ നമ്മുടെ ഈ ചാനൽ കാണുന്നത്? 2ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചു വന്ന മക്കളായിരിക്കുമ്പോൾ നമ്മുടെ ചാനലൊക്കെ കുറേ പേർക്ക് പരിചയം ഉണ്ടാകും അല്ലേ? പക്ഷെ കുറേ പേര് ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ എല്ലാ മക്കളും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻവയോൺമെൻ്റൽ സയൻസ് മാത്രമല്ല, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ്, ക്ലാസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അതുപോലെ തന്നെ എല്ലാ വീഡിയോസും, നമ്മുടെ 3ാം ക്ലാസ്സിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്ത് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴാണ് ടീച്ചർക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ലെസൺസൊക്കെ വീഡിയോ ഇടാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ യൂണിറ്റിലേക്ക് പോകാം. യൂണിറ്റ് 1 ഗ്രീൻ എർത്ത്. ഗ്രീൻ എർത്തിൽ നമുക്ക് ആദ്യം തന്നെ ഒരു സോങ് ആണ്. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച്, ഗോ പോയിട്ട് തൊടു, ആൻഡ് കം ലിറ്റിൽ ബേർഡ് എന്നിട്ട് തിരിച്ചു വരൂ അല്ലേ? അപ്പം നോക്കാം എങ്ങനെയാണ് ഈ സോങ്, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫ്ലൈ അവേ, ഫ്ലൈ അവേ, ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. Which tree did the bird touch? What is its name? Can you tell if it is big or small? എന്താണ് പറയുന്നത്? പറന്നു പോയി ഒരു ഗ്രീൻ ട്രീ തൊട്ടിട്ട് വരൂ ലിറ്റിൽ ബേർഡ്. ഏത് ട്രീ ആണ് നമ്മുടെ ബേർഡ് തൊട്ടത്? എന്താണ് അതിൻ്റെ പേര്? അത് വലിയ ട്രീ ആണോ അതോ ചെറുതാണോ? എങ്ങനെയൊക്കെയാണ് നമ്മുടെ സോങ്ങിൽ ചോദിക്കുന്നത്. നെക്സ്റ്റ് എന്താ ചോദിക്കുന്നത്? ഫ്ലൈ അവേ, ഫ്ലൈ അവേ, ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ? ഫ്ലൈ അവേ, പറന്ന് പറന്ന് പോയി ഒരു ഫ്ലവർ തൊട്ടിട്ട് വരൂ ലിറ്റിൽ ബേർഡ്. ഏത് ഫ്ലവറാണ് ബേർഡ് തൊട്ടത്? എന്താണ് അതിൻ്റെ നെയിം? പേരെന്താണ്? അതുപോലെ ആ ഫ്ലവറിൻ്റെ കളർ എന്താണ്? ഓക്കെ. ഫ്ലൈ അവേ, ഫ്ലൈ അവേ, ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്? പറന്നുപോയി ഒരു ഇല തൊട്ടിട്ട് വരൂ ലിറ്റിൽ ബേർഡ്. ഏത് ഇലയാണ് ലിറ്റിൽ ബേർഡ് തൊട്ടത്? എന്താണ് അതിൻ്റെ പേര്? എന്താണ് ആ ഇലയുടെ ഷേപ്പ്? ഇങ്ങനെയുള്ള ഒരു സോങ് ആണ് ഗ്രീൻ എർത്ത് എന്ന യൂണിറ്റിൽ ഫസ്റ്റ് തന്നെ. അതായത് ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞാൽ പച്ചപ്പുള്ള ഭൂമി. പച്ചപ്പുള്ള ഭൂമിയെ എങ്ങനെയാണ് പച്ചപ്പായത്? ട്രീസ് കൊണ്ട് അല്ലേ? പലതരം ട്രീസ് കൊണ്ട്, പലതരം പ്ലാന്റ്സ് കൊണ്ട്. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള യൂണിറ്റാണ് ഇത്. ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്? ഈ കുട്ടികളെ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളെ കണ്ടോ? ഷാൽ വി പ്ലേ ദിസ് ഗെയിം? നമുക്കും ഈ ഗെയിം കളിച്ചാലോ? കളിക്കാമോ? വിച്ച് പ്ലാന്റ്സ് വേർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ്? ഏത് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഇതുപോലെ കളിക്കുമ്പോൾ തൊടാൻ കഴിയുന്നത്? നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിനല്ലേ നമ്മൾ തൊടുക അല്ലേ? ഏതൊക്കെ ട്രീസിനെയാണ് നമുക്ക് തൊടാൻ കഴിയുന്നത്? അങ്ങനെ നമുക്ക് കളിക്കാം അല്ലേ? വിച്ച് പ്ലാന്റ്സ് വെർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ്? ഏത് പ്ലാന്റ്സിനെയാണ് നിങ്ങൾക്ക് കളിക്കുമ്പോൾ തൊടാൻ കഴിയുന്നത്? വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ? നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിനെയാണ് നമുക്ക് തൊടാൻ കഴിയുക, നമ്മുടെ ചുറ്റും സാധാരണ കാണുന്നത് അല്ലേ? വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ? വേറെ ഏതെല്ലാം പ്ലാന്റ്സിനെ നിങ്ങൾക്ക് അറിയാം?
റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അതായത് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ ബുക്കിൽ, നോട്ട് ബുക്കിൽ ഇത് എഴുതണം. അപ്പം ഇവിടെ കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് ടീച്ചർ പറയട്ടെ. പ്ലാന്റ്സ് ഐ നോ: മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ബനാന പ്ലാന്റ്, റോസ് പ്ലാന്റ്, ഹിബിസ്കസ് പ്ലാന്റ് അല്ലേ, ഹിബിസ്കസ് പ്ലാന്റ്, നീം ട്രീ, ബാംബു പ്ലാന്റ് എന്നും പറയാം അല്ലേ. ബാംബു നല്ല ഹൈറ്റ് ഉണ്ടെങ്കിലും ഒരു മരമല്ല. ഓക്കെ. മണി പ്ലാന്റ്, തുളസി, പാഡി പ്ലാന്റ്, എന്താ പാഡി, നെല്ല്, ജാക്ക് ഫ്രൂട്ട് ട്രീ, പപ്പായ പ്ലാന്റ്, ഗോവ ട്രീ, സൺഫ്ലവർ, അലോവേര, സ്പിനാച്ച്, തേക്ക് ട്രീ, കറി ലീഫ് പ്ലാന്റ്, പെപ്പർ പ്ലാന്റ്, ജാസ്മിൻ പ്ലാന്റ്. ഇങ്ങനെ ഒരുപാട് നമ്മുടെ ചുറ്റുമുള്ള ട്രീസും പ്ലാന്റ്സും നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷെ എന്താണൊരു കുഴപ്പം? നമുക്കിതെല്ലാം ഇംഗ്ലീഷിൽ വേണം എഴുതാൻ അല്ലേ. നമുക്കിതിൻ്റെയൊക്കെ പേര് മലയാളത്തിൽ അറിയാം, കണ്ടാൽ എല്ലാ പ്ലാന്റ്സിൻ്റെയും പേര് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മളിത് ഇംഗ്ലീഷിൽ എഴുതി പഠിക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചുറ്റും കാണുന്ന കുറേ പ്ലാന്റ്സിൻ്റെ പേര് നിങ്ങൾക്ക് സ്പെല്ലിംഗ് തെറ്റാതെ ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയണം കേട്ടോ. ഓക്കെ. അപ്പോൾ റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. അപ്പോൾ 20 പ്ലാന്റ്സിൻ്റെ പേരാണ് ടീച്ചർ ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ബുക്കിൽ, EVS ബുക്കിൽ എഴുതുക. വിച്ച് പാർട്സ്? ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. സൈറ ഒരു പ്ലാന്റിൻ്റെ പിക്ചർ വരയ്ക്കുകയാണ്. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ? വേറെ ഏതെല്ലാം പാർട്സ് ആണ് ഈ ചിത്രത്തിൽ ആഡ് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ വേർഡ്സ്. റൈറ്റ് ദ പാർട്സ്. ഇപ്പോൾ നമുക്കിവിടെ റൂട്ട് കൊടുത്തിട്ടുണ്ട്. റൂട്ട് അല്ലാതെ സ്റ്റെം, ലീവ്സ്, ഫ്ലവർ, ഫ്രൂട്ട്. നിങ്ങൾ ഇതുപോലെ ഒരു പ്ലാന്റിൻ്റെ പിക്ചർ വരച്ചിട്ട് പാർട്സ് മാർക്ക് ചെയ്യാം. ലെറ്റ് us ക്ലാസിഫൈ. നമുക്ക് തരം തിരിക്കാം, ക്ലാസിഫൈ ചെയ്യാം, തരം തിരിക്കാം. ഡു യു തിങ്ക് ആൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലർ? നിങ്ങൾ വിചാരിച്ചോ ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഒരുപോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ തന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സ് കാണുന്നുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസസ്? ഏതെല്ലാം തരത്തിലുള്ളവയാണത്? എന്തെല്ലാമാണ് ഡിഫറൻസസ്? വാട്ട് ആർ ദ ഡിഫറൻസസ്? സൈസിൽ ഡിഫറൻസ് ഉണ്ട്. ചിലത് ചെറുതാണ്, ചിലത് ബിഗ് ആണ് അല്ലേ. ചിലത് സ്മോൾ, സം ആർ ബിഗ്. ആൻഡ് ഷേപ്പ് ദോസ് ആർ ഓൾ നോട്ട് ഇൻ സെയിം സൈസ്. അതുപോലെ തന്നെ നോട്ട് ഇൻ സെയിം ഷേപ്സ്. എക്സാമ്പിൾ, the coconut tree and the mango tree. Those are similar in shape? No. Next difference is color. The color of the plants are different. Color of the spinach is red and also green. Color of the crotons, many different colors. And height, size എന്ന് പറഞ്ഞാൽ തടിച്ചത് മാത്രമല്ല, ഉയരത്തിലും വ്യത്യാസമുള്ളവയാണ്. ഹൈറ്റിലും വ്യത്യാസമുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻസസ് ചോദിച്ചാൽ സൈസ്, ഷേപ്പ്, കളർ, ഹൈറ്റ്. നെക്സ്റ്റ്, വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ? ഏതെല്ലാം പ്ലാന്റ്സ് ആണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്? ഫസ്റ്റ് പിക്ചർ ഇക്സോറ, നെക്സ്റ്റ് ഹിബിസ്കസ്, നെക്സ്റ്റ് സ്പിനാച്ച്, ബനിയൻ ട്രീ, പാഡി, കോക്കനട്ട് ട്രീ, റോസ് പ്ലാന്റ്, മാംഗോ ട്രീ, ടച്ച് മീ നോട്ട്. ടച്ച് മീ നോട്ട് നിങ്ങൾ ഇപ്പോൾ കാണാറുണ്ടോ? ടച്ച് മീ നോട്ട് തൊട്ടാവാടി, തൊട്ട് കഴിഞ്ഞാൽ അത് വാടും. അതാണ് ടച്ച് മീ നോട്ട്. ബാക്കി എല്ലാ പ്ലാന്റ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പേരുകൾ മനസ്സിലായല്ലോ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ സ്റ്റെം? അവയുടെ സ്റ്റെമ്മിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇവയുടെ തണ്ടിൻ്റെ. നോട്ട് ആർ സിമിലർ അല്ലേ. നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ദെയർ സൈസ്? സ്റ്റെമ്മ് മാത്രമല്ല, സൈസിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഹൗ ലോങ് വിൽ ദേ ലീവ്? എത്ര കാലം ഇവ ജീവിക്കും? മാർക്ക് യുവർ ഒബ്സർവേഷൻസ് വിത്ത് എ ടിക്ക്. നിങ്ങളുടെ കണ്ടെത്തലുകൾ
ഈ ടേബിളിൽ ടിക്കായിട്ട് എഴുതുക. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. നമ്മളുടെ സ്കൂളിലുള്ള ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, നമ്മളുടെ ജൈവ വൈവിധ്യ ഉദ്യാനം നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടാവും അല്ലേ? അവിടെ നോക്കുക, അതിനുശേഷം ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ടേബിളിൽ കുറച്ചൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ തന്നെ. നെയിം ഓഫ് ദ പ്ലാന്റ്, സ്റ്റെം, സൈസ്, ഹൗ ലോങ് ഇറ്റ് ലീവ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതിൽ ഇനി അടയാളപ്പെടുത്തേണ്ടത് എന്താണ്? സ്പിനാച്ച്. സ്പിനാച്ചിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. സ്പിനാച്ച് സ്റ്റെം എങ്ങനെയാണ്? സ്റ്റെം 3 ടൈപ്പ് സ്റ്റെം ഉണ്ട്. സോഫ്റ്റ്, ഹാർഡ്, വെരി ഹാർഡ്. അതിന് സൈസിലും 3 സൈസാണ് കൊടുത്തിട്ടുള്ളത്. സ്മോൾ, ബിഗ്, വെരി ബിഗ്. അതേപോലെ തന്നെ ഹൗ ലോങ് വിൽ ഇറ്റ് ലിവ് എന്നുള്ളതിൽ മന്ത്സ് മാസങ്ങൾ ജീവിക്കുന്നത്, ഇയേഴ്സ് കൊല്ലങ്ങൾ ജീവിക്കുന്നത്, മെനി ഇയേഴ്സ് പല വർഷങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ സ്പിനാച്ചിന് ഇവിടെ സ്റ്റെമ്മ് സോഫ്റ്റാണ്, സൈസ് സ്മോളാണ്, മന്ത്സ് ഇറ്റ് ലീവ് അല്ലേ? നെക്സ്റ്റ് ഹിബിസ്കസ് ആണ്, ചെമ്പരത്തി. ഹിബിസ്കസിൻ്റെ സ്റ്റെമ്മ് ഹാർഡാണ്, ബിഗാണ് സൈസ്, വെരി ബിഗ് അല്ല, ബിഗ്. ആൻഡ് ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? ഇയേഴ്സ് വർഷങ്ങൾ ഇത് ജീവിക്കും. നെക്സ്റ്റ് മാംഗോ ട്രീ ആണ് കൊടുത്തിട്ടുള്ളത്. മാംഗോ ട്രീൻ്റെ സ്റ്റെമ്മ് വെരി ഹാർഡാണ് അല്ലേ? അതേപോലെ വെരി ബിഗ് സൈസാണ്, മെനി ഇയേഴ്സ് ലീവ്, ഒരുപാട് വർഷം ജീവിക്കും. ഇനി നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കോക്കനട്ട് ട്രീ ആണ്. കോക്കനട്ട് ട്രീയുടെ സ്റ്റെമ്മ് ഹാർഡ്, വെരി ഹാർഡ്, സ്റ്റെമ്മ് വെരി ഹാർഡ്, സൈസ് വെരി ബിഗ്, മെനി ഇയേഴ്സ്. പിന്നെ റോസിൻ്റെ സ്റ്റെമ്മ് ഹാർഡ്, സൈസ് സ്മോൾ, ഇയേഴ്സ് വിൽ ലിവ്. നെക്സ്റ്റ് പാഡി സോഫ്റ്റ് സ്റ്റെം, സ്മോൾ സൈസ്, മന്ത്സ് ലീവ്. ടച്ച് മീ നോട്ട് ഹാർഡ് സ്റ്റെം, സ്മോൾ സൈസ്, മന്ത്സ് ലീവ്. ബനിയൻ ട്രീ വെരി ഹാർഡ് സ്റ്റെം, വെരി ബിഗ് സൈസ്, മെനി ഇയേഴ്സ് വിൽ ലിവ്. ഇനി നമ്മളിതിൽ ക്രോട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രോട്ടൺ നമുക്ക് എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന കളർ ചെടികളാണ്. ക്രോട്ടൺ സ്റ്റെമ്മ് ഹാർഡാണ്, വെരി ബിഗ് അല്ല, ബിഗ് സൈസാണ്, ബിഗ് വെരി ബിഗ് അല്ല, ബിഗ് സൈസ്, ആൻഡ് ഇയേഴ്സ് വിൽ ലിവ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇക്സോറയാണ്. ഇക്സോറയും സെയിം ആണ് ക്രോട്ടൻ്റെ. ഹാർഡ് സ്റ്റെം, ബിഗ് സൈസ്, ആൻഡ് ഇയേഴ്സ് വിൽ ലിവ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കാം, വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ. ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അപ്പോൾ ഇവിടെ ചീര തന്നിട്ടുണ്ടായിരുന്നു, സ്പിനാച്ച് തന്നിട്ടുണ്ടായിരുന്നു, മാംഗോ ട്രീ ഉണ്ടായിരുന്നു, ഹിബിസ്കസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അത് 3 വെച്ചിട്ട് എല്ലാത്തിനെയും ഒന്ന് ഗ്രൂപ്പാക്കി നോക്കാം. ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ്. ഐ ആൻഡ് മൈ ഫ്രണ്ട്സ്, അതായത് സോഫ്റ്റ് സ്റ്റെമ്മുള്ളവയാണ് സ്പിനാച്ച്. അപ്പോൾ സ്പിനാച്ചും സോഫ്റ്റ് സ്റ്റെമ്മുള്ള അതിൻ്റെ ഫ്രണ്ട്സും എല്ലാം എന്താണ്? ഹെർബ്, HERB, ഹെർബാണ്. ഓക്കെ, അതിൻ്റെ പേര്. അപ്പോൾ മാംഗോ ട്രീയും ജാക്ക് ട്രീയും ഒക്കെ എന്താണ്? ട്രീ ആണ്, മരങ്ങളാണ്. എന്നാൽ ഈ സ്പിനാച്ചും അതുപോലെ സോഫ്റ്റ് സ്റ്റെമ്മുള്ളവയും ഒക്കെ ഹെർബാണ്. Can you write down our features? Stem is soft. Stem is soft. പിന്നെ small in size. സൈസിൽ സ്മോൾ ആണ്. No deep roots. ഒരുപാട് ആഴത്തിലേക്കുള്ള വേരുകൾ ഇല്ല. Do you know us? ഞങ്ങളെ അറിയുമോ? ഇത് മാംഗോ ട്രീ ആണ് അല്ലേ? We grow very tall. ഞങ്ങൾ വലിയ വലുപ്പത്തിൽ ഉയരത്തിൽ വളരും. Please write down our features. ഇങ്ങനെയുള്ള വലിയ ഉയരത്തിൽ വളരുന്ന മരങ്ങളുടെ സ്റ്റെമ്മ് എങ്ങനെയുള്ളതായിരിക്കും? വലിയതുപോലെ തന്നെ വെരി ഹാർഡ് സ്റ്റെമ്മായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഡീപ്പ് റൂട്ട്സും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, തോ വി ആർ സ്മോൾ. തോ എന്ന് പറയുമ്പോൾ ആണെങ്കിലും, വി ആർ സ്മോൾ ഞങ്ങൾ ചെറുതാണ്. തോ വി ആർ സ്മോൾ ഞങ്ങൾ ചെറുതാണെങ്കിലും, അവർ സ്റ്റെംസ് ആർ പ്രിറ്റി ഹാർഡ്. ഞങ്ങളുടെ സ്റ്റെമ്മ് നല്ല ഹാർഡാണ്. ഒരുപാട് ഹാർഡ് അല്ലെങ്കിലും പ്രിറ്റി ഹാർഡാണ്. വി ആർ കോൾഡ് ഷ്രബ്സ്. ഇങ്ങനെ സ്റ്റെമ്മ് ഹാർഡായവരെ ഷ്രബ്സ് എന്ന് വിളിക്കും.
സ്റ്റെമ്മ് വെരി ഹാർഡായത് ട്രീസ്, സ്റ്റെമ്മ് സോഫ്റ്റായത് ഹെർബ്. ഓക്കെ, അപ്പോൾ ഹെർബ്സ്, ട്രീസ്, ഷ്രബ്സ്. റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. ഷ്രബ്സിന് എന്താണ് ഫീച്ചേഴ്സ്? ഹാർഡ് സ്റ്റെം ഉണ്ടാവും, അതുപോലെ മെനി ബ്രാഞ്ചസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഹൂ എൽസ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് സ്പിനാച്ച്, ഹിബിസ്കസ് ആൻഡ് മാംഗോ ട്രീ. നമ്മൾ ഗ്രൂപ്പ് ആക്കാനാണ് വന്നത് അല്ലേ? അപ്പോൾ നമുക്കിതിൽ ഈ ഗ്രൂപ്പിൽ ഇനി ആരൊക്കെ കൂട്ടാം? ഹെർബ്, ഷ്രബ്, ട്രീ. 3 ഗ്രൂപ്പ്സ് ആണ്. ഹെർബിൽ സ്പിനാച്ച് ഉണ്ട്, ഷ്രബിൽ ഹിബിസ്കസും ഉണ്ട്, ട്രീയിൽ മാംഗോ ട്രീ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഗ്രൂപ്പിലേക്ക് ആളെ കൂട്ടണം. ആരൊക്കെ കൂട്ടാൻ പറ്റും? സോഫ്റ്റ് സ്റ്റെം ഉള്ളവരെയാണ് കൂട്ടുക അല്ലേ? അപ്പോൾ നമുക്കിതിലേക്ക് മിൻറ്റ് കൂട്ടാം. മിൻറ്റ്, കോറിയാൻഡർ കണ്ടിട്ടില്ലേ? മല്ലിയില, നല്ല സോഫ്റ്റ് സ്റ്റെമ്മാണ്. മിൻറ്റിനും സോഫ്റ്റ് സ്റ്റെമ്മാണ്. അതുപോലെ പാഡിക്കും സോഫ്റ്റ് സ്റ്റെമ്മാണ്. അതൊക്കെ കൂട്ടാം. ഇനി ഷ്രബിലേക്ക്, ഹിബിസ്കസിൻ്റെ ഗ്രൂപ്പിലേക്ക് റോസ്, ജാസ്മിൻ, പിന്നെ നമ്മൾക്ക് വീടുകളിൽ കാണുന്ന ചെടികളൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ട്രീസിൽ മാംഗോ ട്രീയുടെ കൂട്ടത്തിലേക്ക് നമുക്ക് കോക്കനട്ട് ട്രീയും ബനിയൻ ട്രീയും ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഡ്രോ ആൻഡ് കണക്ട്. ഇവിടെ ഷ്രബ്, ഹെർബ്, ട്രീ ഈ 3 ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ 7 പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷ്രബിലേക്ക്, ഫസ്റ്റ് ഷ്രബാണ്, ഷ്രബിലേക്ക് ഹാർഡ് സ്റ്റെം ഉള്ളവയും മെനി ബ്രാഞ്ചസ് ഉള്ളവയുമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാർഡ് സ്റ്റെം ഉള്ളത് ഇവിടെ ഹിബിസ്കസിനും റോസിനുമാണ്. അപ്പോൾ റോസും ഹിബിസ്കസും നമുക്ക് ഷ്രബിലേക്ക് വര കൊണ്ട് കണക്ട് ചെയ്യാം. ഡ്രോ ആൻഡ് കണക്ട്, ഡ്രോ എ ലൈൻ ആൻഡ് കണക്ട്. അടുത്ത ഹെർബിലേക്കോ സോഫ്റ്റ് സ്റ്റെം ഉള്ളതാണ്. അപ്പോൾ ഇവിടെ സ്പിനാച്ചും പാഡിയും പിന്നെ മുക്കുറ്റിയും തന്നിട്ടുണ്ട്. സ്പിനാച്ച്, പാഡി ആൻഡ് മുക്കുറ്റി. അപ്പോൾ ഈ 3 എണ്ണവും ഹെർബിലേക്ക് ലൈൻ കൊണ്ട് കണക്ട് ചെയ്യാം. ഇനി ട്രീ 2 എണ്ണം തന്നിട്ടുണ്ട്. ട്രീ, കോക്കനട്ട് ട്രീ ആൻഡ് ബനിയൻ ട്രീ. ഓക്കെ, നെക്സ്റ്റ് വൈൻ പ്ലാന്റ്സ് ആണ്. ഈ ട്രീസും ഹെർബ്സും ഷ്രബ്സും അല്ലാതെ ഉള്ള പ്ലാന്റ്സ് ആണ് വൈൻ പ്ലാന്റ്സ്. വൈൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വള്ളികളാണ്. വള്ളികൾ. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. ഞങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് പംകിൻ്റെ അല്ലേ? പംകിൻ വള്ളി എന്നാണ് നമ്മൾ പറയുക. വള്ളി, വൈൻ പ്ലാന്റ്സ് എന്നാണ് ഇങ്ങനെ വള്ളികളൊക്കെ പറയാം. വൈൻ പ്ലാന്റ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? എന്താണ് ഈ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്? ഇവയ്ക്കും ചില പ്രത്യേകതകളുണ്ട് അല്ലേ? സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ. ഇത് ഇഴഞ്ഞിഴഞ്ഞ് ഇങ്ങനെ പടർന്ന് നിലത്ത് കൂടെ സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ. നെക്സ്റ്റ്, കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. ഒറ്റയ്ക്ക് എഴുന്നേക്ക് നിൽക്കാൻ പറ്റില്ല. ഹാവ് വീക്ക് ആൻഡ് സോഫ്റ്റ് സ്റ്റെംസ്. ഇവയുടെ സ്റ്റെംസ് വീക്കും സോഫ്റ്റുമാണ്. നെക്സ്റ്റ്, നീഡ് സപ്പോർട്ട് ടു ഗ്രോ അപ്വേർഡ്സ്. അവർക്ക് മുകളിലേക്ക് വളരണമെങ്കിൽ സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. വൈൻ പ്ലാന്റ്സിന് മോർ എക്സാമ്പിൾ ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇത് പംകിനാണ് അല്ലേ? പംകിൻ അല്ലാതെ നമുക്ക് എന്തൊക്കെ ഉണ്ട് ഇവിടെ? ആഷ് ഗാർഡ്, പിന്നെ ബോട്ടിൽ ഗാർഡ്, ബിറ്റർ ഗാർഡ്, പിന്നെ ജാസ്മിൻ. 2 തരത്തിലുണ്ട്. ജാസ്മിൻ വൈൻ പ്ലാന്റ് ആയിട്ടും ഉണ്ട്. പിന്നെ കുക്കുംബർ. ഇതെല്ലാം വൈൻ പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ഇനി വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. വൈൻ പ്ലാന്റ്സ് 2 ടൈപ്സ് ഉണ്ട്. ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് കൂടെ ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ ക്രീപ്പർ ഗ്രൗണ്ട് കൂടെ ഇങ്ങനെ പടർന്ന് പോകുന്നത് നിലത്ത് കൂടെ. പിന്നെ ആൻഡ് ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ്സ് ബൈ ഹോൾഡിംഗ് ഓൺ ടു ഓർ ബൈ സ്പ്രെഡിങ് അലോങ് എ സപ്പോർട്ട്. അല്ലെങ്കിൽ മുകളിലേക്ക്
ഒരു എന്തെങ്കിലും താങ്ങിൽ പിടിച്ച് സപ്പോർട്ടിൽ പിടിച്ച് വളരുന്നത്. ഇങ്ങനെ 2 ടൈപ്പ് വൈൻ പ്ലാന്റ്സ് ഉണ്ട്. ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട് ഈസ് കോൾഡ് ക്രീപ്പേഴ്സ് ആൻഡ് ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ്സ് ബൈ ഹോൾഡിംഗ് ഓൺ ടു ഈസ് കോൾഡ് ക്ലൈംബേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പ്ലാന്റ്സ് ഇൻ വാട്ടർ. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. വെള്ളത്തിൽ വളരുന്നവയാണ് വാട്ടർ പ്ലാന്റ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഈ വെള്ളത്തിൽ വളരുന്ന എല്ലാ ചെടികളും വെള്ളത്തിൽ വളരും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോവുകയാണ് ചെയ്യുക അല്ലേ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വാട്ടർ പ്ലാന്റ്സ്? ലെറ്റ് us റൈറ്റ്. അവർക്ക് എന്തൊക്കെയാണ്? ഹാവ് സോഫ്റ്റ് ആൻഡ് വീക്ക് സ്റ്റെംസ്. അവയുടെ സ്റ്റെമ്മ് സോഫ്റ്റും വീക്കുമാണ് അല്ലേ? ഹാവ് ബ്രോഡ് ഫ്ലാറ്റ് ലീവ്സ്. അവയുടെ ഇലകൾ ബ്രോഡും ഫ്ലാറ്റുമാണ്, പരന്ന ഇലകളാണ്. ഫ്ലോട്ട് ഓൺ വാട്ടർ. വെള്ളത്തിൽ പൊന്തിക്കിടക്കും. റൂട്ട്സ് ആർ സ്മോൾ ആൻഡ് വീക്ക്. റൂട്ട്സും ചെറുതാണ്, വീക്കാണ്, വലിയ ബലമുള്ള വേരുകളൊന്നും ഇല്ല. ആൻഡ് ദേ ഹാവ് എ കോട്ടിംഗ് ഓൺ ലീവ്സ്. ലീവ്സിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ്. നിങ്ങൾക്ക് ഏതൊക്കെ വാട്ടർ പ്ലാന്റ്സ് അറിയാം? ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. കൂടുതൽ വാട്ടർ പ്ലാന്റ്സ് കണ്ടെത്തി അവ എഴുതുക. അപ്പോൾ നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ലോട്ടസ്, വാട്ടർ ലില്ലി. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? ലോട്ടസ് താമര, വാട്ടർ ലില്ലി ആമ്പൽ, ഡക്ക്വീഡ് നീർപ്പായൽ, വാട്ടർ ഹയാസിന്ത് ആഫ്രിക്കൻ പായൽ, ഹൈഡ്രില്ല. ഇവയുടെയൊക്കെ ചിത്രങ്ങൾ നോക്കൂ. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ യൂണിറ്റിൽ പകുതി ഭാഗം മാത്രമേ ഇതുവരെയായിട്ട് ആയിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇതുവരെ എടുത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.